അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഒരു കച്ചവട സംഘം കപ്പൽ യാത്ര ചെയ്യുകയാണ്. കടലിൽ കാറ്റും കോളും ഉണ്ടായത് കാരണം കപ്പൽ നിയന്ത്രണം വിട്ടുപോയി. ഒരു വിജനമായ തീരത്ത് ചെന്ന് കപ്പൽ അണഞ്ഞു. കപ്പലിൽ ധാരാളം ചരക്കുകളുണ്ട്. കച്ചവടക്കാരിൽ ഒരാൾ ഹജ്ജ് യാത്രയ്ക്കൊരുങ്ങിയിരിക്കുകയാണ്. ഹജ്ജ് കാലമാണ്. കപ്പലിലെ ചരക്കുകളുമായി നാട്ടിലെത്താൻ ശ്രമിച്ചാൽ ഹജ്ജ് നഷ്ടപ്പെടും എന്നയാൾക്ക് ബോധ്യമായി. അയാൾ വേഗം മക്കയിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. മക്കയിലേക്ക് നീങ്ങുന്ന ഒരു കപ്പൽ കണ്ടെത്തിയപ്പോൾ തൻ്റെ ചരക്കുകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ ആ കപ്പലിൽ കയറുന്നു. ലക്ഷക്കണക്കിന് വെള്ളിയുടെ ചരക്കുകൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ ചിലർ ചോദിച്ചു, ഈ കൊല്ലം ഹജ്ജ് യാത്ര വേണ്ടെന്ന് വെക്കുക, അടുത്ത കൊല്ലവും ഹജ്ജ് ചെയ്യാമല്ലോ. അയാൾ മറുപടി പറഞ്ഞു, ഇക്കൊല്ലം ഹജ്ജ് ഉപേക്ഷിച്ചാൽ ദുനിയാവ് മുഴുവനും നേടാൻ സാധിച്ചാലും ഞാനതിന് തയ്യാറില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സമ്മേളിക്കുന്ന വിശുദ്ധ ഹജ്ജിന് എല്ലാ കൊല്ലവും ഞാൻ പങ്കെടുക്കാറുള്ളതാണ്. ഈ കൊല്ലവും മുടക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടാറുള്ള ഔലിയാക്കളെ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ പിന്നീടൊരു ഹജ്ജും ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ആരിഫ്യങ്ങളെ താങ്കൾ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് കാലത്തുണ്ടായ ഒരു അനുഭവം പറയാം. ഞാനൊരു കാഫിലയോടൊപ്പം ഹജ്ജിന് പോവുകയായിരുന്നു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വെള്ളം മുഴുവൻ തീർന്നു. എനിക്ക് ദാഹം കഠിനമായി. പലയിടത്തും വെള്ളം അന്വേഷിച്ചു, വെള്ളം കിട്ടിയില്ല. ഞാൻ കഷ്ടത്തിലായി. ദാഹിച്ച് മരിച്ചു പോകുമെന്ന അവസ്ഥയിലെത്തി. ഞാൻ പിന്നെയും വെള്ളം അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഫക്കീറിനെ കണ്ടു. കയ്യിൽ ഒരു ജലപാത്രവും ഒരു വടിയുമുണ്ട്. ഞാൻ സലാം ചൊല്ലിയപ്പോൾ മടക്കിക്കൊണ്ട് ഫക്കീർ ചോദിച്ചു, വെള്ളം വേണോ? വേണമെന്ന് പറഞ്ഞ ഉടനെ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ടൊരു കല്ലിന്മേൽ അടിച്ചു. എന്തൊരത്ഭുതം! കല്ല് പിളർന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. എന്നോട് ഫക്കീർ പറഞ്ഞു, ഇഷ്ടം പോലെ കുടിച്ചോ, സൂക്ഷിച്ചു വെക്കുകയും ചെയ്തോ. ഞാൻ മതിവരുവോളം ശുദ്ധജലം കുടിച്ചു. പിന്നെ കാഫിലക്കാരെ വിളിക്കാൻ പോയി. ഈ സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. അവരെല്ലാ പാത്രങ്ങളുമായി ഓടി വന്നു. അപ്പോൾ ഫക്കീർ സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നുവെങ്കിലും വെള്ളം ആ കല്ലിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാഫിലക്കാർ ഏറെ ദിവസങ്ങൾ ഉപയോഗിക്കാനുള്ള വെള്ളം ശേഖരിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് ആ ഒഴുക്ക് നിലച്ചത്. ഇതൊരു സംഭവം മാത്രം. ഇങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അതിനാൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഹജ്ജ് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മക്കയിലേക്കുള്ള കപ്പലിൽ കയറി ഹജ്ജിന് പോയി. അള്ളാഹുവിങ്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പല മഹാത്മാക്കളും ഹജ്ജ് കാലത്ത് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നവരാണ്. പക്ഷേ കരിപിടിച്ച ഹൃദയമുള്ളവർക്ക് ഇതൊന്നും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുകയില്ല. അത് കാരണം അവർ ഇതെല്ലാം നിഷേധിക്കുന്നു. ഷെയ്ഖ് അബു അബ്ദുല്ലാഹിൽ ജൗഹരി റളിയല്ലാഹു അൻഹു പറയുന്നു,
ഒരു കൊല്ലം ഞാൻ ഹജ്ജ് കാലത്ത് അറഫ മൈതാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു മയക്കം ബാധിച്ചു. അപ്പോൾ ഒരു ദർശനമുണ്ടായി. 2 മലക്കുകൾ ആകാശഭൂമികൾക്കിടയിൽ നിൽക്കുന്നു. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിച്ചു, ഇക്കൊല്ലം ആകെ എത്ര പേരാണ് ഹജ്ജിൽ പങ്കെടുത്തത്? മറ്റേ മലക്ക് പറഞ്ഞു, 6 ലക്ഷം പേര്. അവനും പറഞ്ഞു, ഇതിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകാര്യമായി? മറ്റേ മലക്ക് പറഞ്ഞു, വെറും 6 പേരുടെ. അപ്പോൾ ഒരു മറ്റേ മലക്ക് ചോദിച്ചു, ബാക്കിയുള്ളവരുടെ ഹജ്ജെല്ലാം നിഷ്ഫലമായോ? മറ്റേ മലക്ക് പറഞ്ഞു, അവരുടെ കാര്യത്തിൽ കരുണക്കടലായ അള്ളാഹു ഒരു തീരുമാനമെടുത്തു. സ്വീകാര്യമായ ഹജ്ജ് ചെയ്ത ഓരോ വ്യക്തിക്കും അള്ളാഹു ഓരോ ലക്ഷം ആളുകളെ വിട്ടുകൊടുത്തു. അങ്ങനെ പ്രസ്തുത 6 പേരുടെ ശുപാർശ കാരണമായി 6 ലക്ഷം പേരുടെ ഹജ്ജും അള്ളാഹു സ്വീകരിച്ചു. അങ്ങനെ ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ജൗഹരി റളിയല്ലാഹു പറയുന്നു, ഇത് കേട്ട് ഞാൻ അങ്ങേയറ്റം അത്ഭുത പരതന്ത്രനായി എൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു അള്ളാഹുവിന് സുജൂദിൽ വീണു എന്ന്. ഇങ്ങനെ ചിലരുടെ നന്മ കൊണ്ട് വേറെ ചിലർക്കും അവരുടെ നന്മയും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നു എന്നത് വലിയ അത്ഭുതം തന്നെയാണ്, നിയമത്താണ്. ഫാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.